Hi, welcome back to Learnino. So, KEAM 2025 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. മാർച്ച് 10 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. അപ്പോൾ ഇതിൽ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് KEAM എക്സാം എഴുതണം. ബാക്കി മെഡിക്കൽ അലൈഡ് കോഴ്സസും ആർക്കിടെക്ചറിനും ഒക്കെ ജോയിൻ ചെയ്യുന്നവർക്ക് വേറെ എക്സാംസ് ആണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് എഞ്ചിനീയറിംഗ് ആൻഡ് ഫാർമസി എൻട്രൻസ് എക്സാം എഴുതണം. അപ്പോൾ അതിന്റെ ഒരു ഡേറ്റിന്റെ ഒരു ഷെഡ്യൂൾ കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. സോ ഇതിനകത്ത് വെന്യൂ നമുക്ക് കേരള, ന്യൂഡൽഹി, മുംബൈ ആൻഡ് ദുബായില് ഇതിന്റെ വെന്യൂ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഏപ്രിലാണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പോൾ ഓൺലൈൻ ആയിട്ടായിരിക്കും എക്സാം. കഴിഞ്ഞ വർഷം മുതൽക്ക് KEAM എക്സാം ഓൺലൈൻ ആയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഡിഫറെന്റ് ഡേയ്സിലായിട്ടായിരിക്കും പരീക്ഷകൾ നടക്കുന്നത്. ഇതില് 22 മുതലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 22 ഏപ്രിൽ 22ഉം 23ഉം ഒരു ബഫർ ഡേ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ലാസ്റ്റ് 29ഉം 30 ഇൻ ബിറ്റ്വീൻ മേ ബി ഏതെങ്കിലും ദിവസം ഷെഡ്യൂൾ ചെയ്ത് എക്സാം നടക്കാതിരിക്കും, മറ്റെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഒരു ബഫർ ഡേ കൊടുത്തിട്ടുണ്ട്. ദെൻ കറക്റ്റ് നമുക്ക് ഡേറ്റ്സ് വരുന്നത് 24th മുതൽ, അതായത് ഏപ്രിൽ 24 മുതൽ 28 വരെയാണ് നമുക്ക് എക്സാം വരുന്നത്. ഏപ്രിൽ 24 എന്ന് പറഞ്ഞ ഒരു തേഴ്സ്ഡേ ആണ്. ദെൻ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, നെക്സ്റ്റ് മൺഡേ വരെ, അതായത് 28th വരെയാണ് നമുക്ക് ഡേറ്റ് വന്നിട്ടുള്ളത്. ആഫ്റ്റർനൂൺ, അതായത് 2 PM to 5 PM ആയിരിക്കും എക്സാം. ഓൺലൈൻ ആയിട്ടായിരിക്കും എക്സാം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് നമുക്ക് KEAM എക്സാം വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തവർക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും, ഫാർമസി കോഴ്സുകളിലവർക്ക് ഫിസിക്സും കെമിസ്ട്രി ആയിട്ടാണ് പരീക്ഷ എഴുതേണ്ടത്. അപ്പൊ എക്സാമിന്റെ ഡീറ്റെയിൽസും അതിന്റെ സിലബസും അതേപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. സോ ഇതാണ് എക്സാമിന്റെ ഡേറ്റ് വരുന്നത്. KEAMുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.